കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഈ പഞ്ചായത്ത് നഗരസഭകളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെയും കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെയും വ്യവസ്ഥകൾക്ക് അനുസരിച്ചാണ്. പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നതിന് 25 വയസ്സ് വേണം. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിന് 21 വയസ്സ് മതിയാകും. നമുക്ക് 24,000-ഓളം വാർഡുകളുണ്ട്. ഓരോ വാർഡും ഒരു നിയോജക മണ്ഡലമാണ്. ആ നിയോജക മണ്ഡലത്തിന് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണുള്ളത്. ഒരു മണ്ഡലത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് അനുസരിച്ചാണ് ആ മണ്ഡലത്തിലെ വോട്ടർമാരായിട്ടുള്ള ആളുകൾ ആ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ ഇലക്ഷൻ നടക്കുമ്പോൾ പാർട്ടികൾ മാനിഫെസ്റ്റോസ് പ്രസന്റ് ചെയ്യും. അവർ അടുത്ത 5 വർഷക്കാലം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ക്യാമ്പയിൻ നടത്തുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടികളുടേതായിട്ടുള്ള മാനിഫെസ്റ്റോ ഉണ്ടാകും എങ്കിലും ഈ ഓരോ സ്ഥാനാർത്ഥിയും ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന, കാരണം ചെറിയൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, വോട്ടർമാരുടെ സംഖ്യ ഗ്രാമപഞ്ചായത്തുകൾ 2000 അതിനടുത്തോ ആയിരിക്കും വരുന്നത്. നഗരസഭകളുടെ വലിയ കോർപ്പറേഷനുകളിൽ അത് ചിലപ്പോൾ ഒരു 10,000 മാറിയെന്ന് വരാം. എന്തായാലും ഇത്ര ഒരു റേഞ്ചിലുള്ള വോട്ടേഴ്സ് മാത്രമായിരിക്കും ഓരോ മണ്ഡലത്തിലും ഉണ്ടാകുന്നത്. മിക്കവാറും എല്ലാവരും തന്നെ സ്ഥാനാർത്ഥിയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയാവുന്ന ആളുകളുമായിരിക്കും, വളരെ പരിചിതരായിട്ടുള്ള ആൾക്കാരുമായിരിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുടെ വിശ്വാസ്യതയെ കുറിച്ച് അവർക്ക് തന്നെ ഒരു ധാരണയുണ്ടാവും, വോട്ടർമാർക്ക് തന്നെ ഒരു ധാരണയുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാളെ എലക്ട് ചെയ്യപ്പെടുകയാണ് എങ്കിൽ അയാൾ അടുത്ത 5 വർഷക്കാലം അവിടെ തന്നെയുള്ള ആളാണ്. അയാൾ അത് നടപ്പാക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇവിടെ കൃത്യമായിട്ടുള്ള മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ എലക്ട് ചെയ്യാനും എലക്ട് ചെയ്യപ്പെടുന്ന ആൾ ആ മാൻഡേറ്റ് നടപ്പാക്കാൻ ബാധ്യസ്ഥനാവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലിച്ചു വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി അയാളുടെ കാര്യങ്ങൾ ആ സഭയിൽ, അതായത് ഓരോ പഞ്ചായത്ത് കമ്മിറ്റിയും നഗരസഭാ കമ്മിറ്റിയും ഓരോ മാസവും യോഗം ചേരണമെന്നാണ്, മിനിമം ഒരു യോഗമെങ്കിലും ചേർന്നിരിക്കണമെന്നാണ്. ആ യോഗത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഗ്രാമസഭകളും അതുപോലെ വാർഡ് സഭകളും എന്നുള്ള സംവിധാനത്തിലൂടെ, അതായത് എലക്ട് ചെയ്യപ്പെടുന്ന അംഗങ്ങൾക്ക് ഇലക്ടർമാരെ വിട്ടൊഴിഞ്ഞു പോകാൻ കഴിയില്ല. അവരെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്ന, കൂട്ടായിട്ട് തന്നെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഭരണഘടനാ വ്യവസ്ഥയായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രാമസഭകളും വാർഡ് സഭകളും എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ള സംവിധാനങ്ങളാണ്. അവിടെയാണ് ഈ തദ്ദേശ സ്ഥാപനം നടപ്പാക്കേണ്ട പദ്ധതികൾ എന്താണ് എന്ന് തീരുമാനിക്കുന്നതും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നത്. ഒരു ഗുണഭോക്തൃ സംവിധാനം, അതായത് ഒരു ഇൻഡിവിജ്വൽ എൻഡേറ്റിൽമെന്റ് കിട്ടുന്ന ഒരു സ്കീമുണ്ട് എങ്കിൽ ആ സ്കീമിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ആരാണ്, അവരുടെ യോഗ്യത എന്താണ്, അവരുടെ അയോഗ്യത എന്താണ് എന്നുള്ളത് ആ വാർഡിലുള്ള മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഗ്രാമസഭയും വാർഡ് സഭയും ഒക്കെ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, അവർ തയ്യാറാക്കുന്ന പ്രോജക്റ്റുകളിൽ അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കണം ആ പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നത്. അതുമാത്രമല്ല, ഈ പദ്ധതി നടത്തിപ്പിന്റെ ഗുണഫലങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഓഡിറ്റ് എന്താണ്, അത് ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഈ ജനങ്ങൾക്ക് തന്നെ നൽകിയിരിക്കുന്ന രീതിയിലാണ് പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് ആ ബാധ്യത നിറവേറ്റാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റപ്പെടുന്നില്ലെങ്കിൽ ഈ സഭകളിൽ ചോദ്യം ചെയ്യാം, കമ്മിറ്റികളിൽ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ പോലുള്ള സംവിധാനങ്ങളിലൂടെയും കോടതികളിലൂടെയും ചോദ്യം ചെയ്യപ്പെടാൻ ജനങ്ങൾക്ക് ഒരു അവകാശമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവകാശം പൂർണ്ണമായും ബോധ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷനിൽ വോട്ട് ചെയ്യുക, ഏത് സ്ഥാനാർത്ഥിയായിരിക്കണം നമ്മുടെ സ്ഥാനാർത്ഥി, ഏത് തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ ആണ് നമ്മുടെ ലോക്കൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 1995 പുതിയ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമുള്ള ഇലക്ഷൻ കേരളത്തിൽ നടക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ ലോക്കൽ ബോഡിയിലേക്കും,
അതായത് 5 തലത്തിലുള്ള ലോക്കൽ ബോഡിയിലേക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് ഇലക്ഷൻ നടക്കുന്ന കേരളത്തിലാണ്. മാത്രമല്ല 95 മുതൽ 5 വർഷ കാലാവധി എന്നുള്ളത് കൃത്യമായി നിർവചിച്ചുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള നിബന്ധനയ്ക്ക് യാതൊരു തരത്തിലുള്ള വിഘാതവും ഉണ്ടാകാത്ത തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് 95 മുതൽ ഓരോ 5 വർഷം കൂടുമ്പോഴും ഇവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ഏതെങ്കിലും തരത്തിൽ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഒഴിവ് വരികയാണെങ്കിൽ, ആകസ്മികമായിട്ടുള്ള ഒരു ഒഴിവ് ഉണ്ടാകുകയാണെങ്കിൽ, പിന്നെ പിന്നെ അംഗത്തിന്റെ മരണം മൂലമോ രാജ്യമൂലമോ ഒക്കെ ഉണ്ടാകുന്ന ഒഴിവുകൾ കമ്മീഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും അത് 6 മാസത്തിനുള്ളിൽ തന്നെ നികത്തപ്പെടുകയും ചെയ്യുന്ന തരത്തിലാണ് ഇലക്ഷൻ നടത്തിവരുന്നത്. അത് കൂടാതെയാണ് ഏതെങ്കിലും അംഗത്തെ അയോഗ്യനാക്കാനുള്ള കാരണമുണ്ട് എങ്കിൽ അയോഗ്യത കൽപ്പിക്കാനുള്ള സംവിധാനവും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോൾ പരിപൂർണമായും 5 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു അംഗത്തിന്റെ മേൽ ഒരു കണ്ണ് എപ്പോഴും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്നുള്ളതാണ്. നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. അപ്പൊ ഇവിടെ 95 മുതൽ 95 എന്തായിരുന്നു അവസ്ഥ, 95 മുമ്പുണ്ടായിരുന്ന പഞ്ചായത്ത് രാജ് നഗര സഭാ സംവിധാനം എന്തായിരുന്നു എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ 95 ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും വന്നിട്ടുള്ള മാറ്റം എന്താണ്? നമുക്ക് 50% വനിതാ പ്രാതിനിധ്യമുണ്ട്. ഇവിടെ SC ST വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഉണ്ട്. ഈ 3 കാറ്റഗറിയിലുമുള്ള റിസർവേഷന്റെ അടിസ്ഥാനത്തിൽ അത് ഓരോ ലോക്കൽ ബോഡിയിലുമുള്ള സീറ്റുകൾ റിസർവ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ലോക്കൽ ബോഡിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തേക്കുമുള്ള റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള റിസർവേഷനും അതേപോലെ തന്നെ അംഗങ്ങളുടെ റിസർവേഷനും എല്ലാം തന്നെ ഗവൺമെന്റ് തയ്യാറാക്കുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിർണയിച്ചു കഴിഞ്ഞു. മേയറുടെ കാര്യത്തിൽ റിസർവേഷൻ ഇല്ല. നമ്മൾ ഈ നിയമം കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് 3 കോർപ്പറേഷനാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 3 കോർപ്പറേഷൻ വന്നു. അങ്ങനെ 6 കോർപ്പറേഷനുകളുടെ ഈ റിസർവേഷൻ കൊണ്ടുവന്നിട്ടില്ല. കോർപ്പറേഷൻ ഒഴികെയുള്ള മുനിസിപ്പാലിറ്റികളിലും അതേപോലെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും റിസർവേഷൻ ഉണ്ട്. ഹെഡ്സിന്റെ റിസർവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ റിസർവേഷൻ വ്യവസ്ഥകൾ എന്താണ്? ആ റിസർവേഷന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ നിയോഗിച്ചു കഴിഞ്ഞാൽ ആ റിസർവേഷന്റെ ഗുണഫലം ഈ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ച തരത്തിൽ ഫീൽഡിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത്. ആദ്യകാലത്ത് വനിതാ റിസർവേഷൻ 33%. അതിനുശേഷം അത് 50%. 50% എന്ന് പറയുന്നത് പ്രാക്ടിക്കലി 52, 53, 54% വരെയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതായത് 19 അംഗങ്ങളുള്ള ഒരു പഞ്ചായത്തിലേക്കുള്ള വനിതാ സംവരണം എന്ന് പറയുന്നത് 9 അല്ല 10. അപ്പോൾ ജനറൽ വിഭാഗത്തിൽ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽ വരുന്ന സീറ്റുകളുടെ എണ്ണം 9 മാത്രമാണ്. അവിടെ വരുമ്പോൾ 50%, 50%-ൽ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലുള്ള മൊത്തം വാർഡുകളുടെ എണ്ണവും അതിൽ വനിതകൾക്ക് റിസർവ് ചെയ്തിരിക്കുന്ന വാർഡുകളുടെ എണ്ണവും എടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 50% അല്ല, അതിനേക്കാൾ കൂടുതൽ വരാം. അപ്പൊ ഇത്തരത്തിൽ വാർഡുകൾ സംവരണം ചെയ്യുന്നത് വഴിയും ഈ ആദ്യഘട്ടത്തിൽ എലക്ട് ചെയ്യപ്പെടുന്ന വനിതാ അംഗങ്ങൾ അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു. പണ്ടൊക്കെ ഈ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം വനിതകളെ അംഗങ്ങളാക്കി കഴിഞ്ഞാൽ, വനിതകളെ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ ഭരിക്കുന്നത് വനിതയുടെ ഭർത്താവായിരിക്കും അല്ലെങ്കിൽ സഹോദരനായിരിക്കും, ആണുങ്ങളായിരിക്കും എന്നുള്ളതായിരിക്കും. ആ ആക്ഷേപം തുടക്കത്തിലുണ്ടായിരുന്നു. കുറേയധികം ലോക്കൽ ബോഡീസിലെങ്കിലും അത് യാഥാർത്ഥ്യവുമായിരുന്നു. എന്നാൽ ഇന്നത് മാറിയിട്ട് ഇന്ന് പുരുഷന്മാർ ഭരിക്കുന്നത് വനിതകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ജെൻഡർ ബയാസ് മാറി ജെൻഡർ ഇക്വാലിറ്റിയിലേക്ക് വന്നു, ജെൻഡർ ഡോമിനേഷനിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒരു 30-35 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് 21,900 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഏകദേശം 1,00,000-ഓളം കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഈ 1,00,000-ഓളം കാൻഡിഡേറ്റ്സിന് പകുതിയിലധികവും സ്ത്രീകളായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ 60%, 70% സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ഈ എലക്ട് ചെയ്യപ്പെടുന്ന 21,900 എലക്ടഡ് മെമ്പേഴ്സ് അവർ നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും വ്യക്തമായ ധാരണയുള്ള
ഓരോ സ്കീമുകൾ ഉണ്ടാക്കുമ്പോൾ ആ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തന പദ്ധതി തയ്യാറാക്കാൻ കഴിവുള്ള, ഓരോ യോഗങ്ങളിൽ പോയി പ്രസംഗിക്കാൻ കഴിവുള്ള, നിങ്ങൾക്ക് കാണാൻ കഴിയും. പണ്ട് ഒരു പഞ്ചായത്തിന്റെ ഒരു യോഗം നടക്കുകയാണെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പർക്ക് പ്രസംഗിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ പ്രസംഗം നിർത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അത്രയധികം എംപവർമെന്റ് ഈ ലോക്കൽ ഗവേണൻസ് സിസ്റ്റത്തിൽ വന്ന, അത് വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ കൂടി താല്പര്യം അതിനകത്ത് ഒരു തരത്തിലും ഡൈല്യൂട്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ഈ ലോക്കൽ ഗവേണൻസ് സിസ്റ്റം മാറിയിട്ടുണ്ട്. അപ്പൊ അവിടെ വരേണ്ട ഒരു കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ പ്രൊഫഷണലുകൾ ഈ രംഗത്തേക്ക് വരേണ്ടതുണ്ട്. അവിടെ വരുന്ന ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഇഷ്യൂ ഞാൻ കാണുന്നത് പൊളിറ്റിക്സ് വളരെ മോശമാണ്. അതുകൊണ്ട് പുതിയ ജനറേഷൻ പെടുന്നവരൊന്നും പൊളിറ്റിക്സിനെ കുറിച്ച് വളരെ കാര്യമായിട്ട് ഗവനിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണ് പൊതുവെയുള്ള പെർസ്പെക്റ്റീവ്. അപ്പോൾ ആ ഒരു പെർസെപ്ഷൻ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ന്യൂയോർക്കിൽ ഒരു 30-35 വയസ്സുള്ള ആൾ, നിങ്ങളുടെ യങ് ഏജിലുള്ള ഒരാൾ മേയറായിട്ട് മാറി. ന്യൂയോർക്ക് മേയറുടെ പ്രത്യേകത അറിയാമല്ലോ. ഈ അവിടെ ട്വിൻ ടവേഴ്സ് തകർന്നു വീണപ്പോൾ അന്നത്തെ പ്രസിഡന്റ് അല്ല അവിടുത്തെ നാട്ടുകാരെ ആശ്വസിപ്പിക്കാനായിട്ട്, അവർക്ക് നേതൃത്വം നൽകാനായിട്ട്, ആ ഒരു സിറ്റുവേഷൻ ടൈഡ് ഓവർ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത്. അവിടെ ന്യൂയോർക്ക് മേയർ ആയിരുന്നത് ചെയ്തിരുന്നത്. അപ്പം മേയർക്ക് അവിടെ ഉള്ള പ്രാധാന്യം എന്താണെന്ന് അറിയാം. ഇതേ രീതിയിൽ തന്നെയാണ് ലോക്കൽ ഗവേണൻസ് സിസ്റ്റത്തിൽ, പ്രത്യേകിച്ചും ഈ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷനിലെ മേയറുടെ അല്ലെങ്കിൽ ചെയർമാൻ്റെ സ്ഥാനം നിർവഹിച്ചിട്ടുള്ളത്. നമുക്കറിയാമായിരിക്കും, ഇപ്പോഴും ഒരു VVIP ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനായിട്ട് പോകുന്നത് ഗവർണറിട്ട മേയറാണ്. അവിടെ മേയർക്ക് MP-യെക്കാളും MLA-യെക്കാളും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. പ്രോട്ടോകോളിൽ തന്നെ പ്രസിഡൻസ് നോക്കുകയാണെങ്കിൽ മേയർക്ക് താഴെയായിട്ടാണ് മറ്റ് ജനപ്രതിനിധികൾ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ലോക്കൽ ഗവേണൻസ് സിസ്റ്റത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തെരഞ്ഞെടുപ്പ് കാലം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, പാർട്ടികളെ സംബന്ധിച്ചും ഈ മത്സരിക്കുന്ന താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊഫഷണലായിക്കോട്ടെ നോൺ പ്രൊഫഷണലായിക്കോട്ടെ താല്പര്യമുണ്ട്, മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ഗവേണൻസ് സിസ്റ്റം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സ്, നല്ല മാനിഫെസ്റ്റോസ്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്ന ഒരു നല്ല സംവിധാനം, അങ്ങനെ അഴിമതി രഹിതമായിട്ടുള്ള കൂടുതൽ ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സ്കോപ്പുള്ള ഒരു സംവിധാനമാണ് തദ്ദേശ സംവിധാനം. അതിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് യോഗ്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാകുകയും അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്.